ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ചിക്കൻ്റെ പല വെറൈറ്റികളും പരീക്ഷിക്കാറുണ്ട്. ഇന്ന് ഞാനൊരു പ്രത്യേകതരം ചിക്കൻ കറിയാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. ചിക്കൻ സുക്ക, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ സുക്ക അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ് എന്ന് പറയും. അതിനുവേണ്ടി ഞാനിവിടെ ഏകദേശം 750 ഗ്രാം ചിക്കൻ നന്നായി വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി അധികം വേണ്ട, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം മതി. ഒരു അര ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ തൈര്. ഇവ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ കഷ്ണങ്ങളിലേക്ക് മസാലകൾ നന്നായി പിടിക്കത്തക്ക രീതിയിൽ എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് മിക്സ് ചെയ്താൽ മതി. ഇത് ഏകദേശം ഒരു 20 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു വലിയ ടൊമാറ്റോ, 3 പച്ചമുളക്. ഇവിടെ 5 മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതൊക്കെയാണ് ഇതിന് വേണ്ട മസാലകളും മറ്റ് പച്ചക്കറി സാധനങ്ങളും. ഞാൻ പറഞ്ഞു, ആ ഉള്ളി ഓനിയൻ 5 മീഡിയം സൈസ് നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കതൊന്ന് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ആ ഉള്ളി അരിഞ്ഞെടുത്തത് അത്രയും നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ചിക്കൻ സുക്ക ഒരു അധികം ഗ്രേവി ഇല്ലാത്ത ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്, ചിക്കൻ റെസിപ്പിയാണിത്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ടും കൂടി ഓരോ ടേബിൾ സ്പൂണാണ്. 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത് കുറച്ച് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഒരു ചിക്കൻ്റെ ഒരു വെറൈറ്റി തന്നെയാണെന്ന് പറയാം. ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇവ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. കൂടാതെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഉണ്ടാക്കി നോക്കി കഴിച്ചാലേ പറയാൻ പറ്റും. ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഞാൻ നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നു, അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി അങ്ങനെ പ്രത്യേകം വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കൻ കഷ്ണങ്ങളിട്ട് വേവിക്കുമ്പോൾ തക്കാളിയും കൂടി അതിൻ്റെ കൂടെ വെന്തോളും. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പാകത്തിന് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക്, ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഈ ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് ചിക്കൻ സുക്ക അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ്. ഇതിലേക്ക് കാര്യമായിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ചിക്കനിൽ തന്നെ ഒരുപാട് വെള്ളം ഉണ്ടായിരിക്കും. വേവുമ്പോൾ ചിക്കനിലെ വെള്ളം ഇങ്ങനെ ഊറി വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടച്ചു വെച്ച് വേവിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, നമുക്ക് സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. സമയവും ലാഭമാണ്, കഴിക്കാനും വളരെ ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കളറും മറ്റും മാറി വന്നതായി നിങ്ങൾക്ക് കാണാം. നല്ല ചുമന്ന രീതിയിൽ കളർ മാറി വന്നതായിട്ട് കാണാം. ടേസ്റ്റും അതുപോലെ തന്നെയാണ്.
ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഇവയാണ് നമ്മൾ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുത്തത്. ഇതിനൊരു പ്രത്യേക ഫ്ലേവറും എല്ലാം മണവും എല്ലാം ഇതിന് നമുക്ക് കിട്ടും. പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ സുക്ക, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ സുക്ക, ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെ, പൂരി, എന്ത് വേണ്ട ചോറിൻ്റെ കൂടെ ആയാലും കൂട്ടി കഴിക്കാൻ വളരെയധികം സ്വാദുള്ളതാണ്. ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ ഇത് പറയാൻ പറ്റൂ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ബോക്സിൽ കമൻസ് ഇടാൻ മറക്കരുത്. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ.